ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഷൂട്ട് ചെയ്യണം, ഡേ ഇൻ മൈ ലൈഫ് പോലെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ പണിയുടെ കൂടുതലും കൊണ്ട് പകുതിയായപ്പോൾ തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യണില്ല, ഷൂട്ട് ചെയ്തത് ഫുള്ള് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് എപ്പോഴും നമ്മൾ കാണിക്കണ പോലെ തന്നെ രാവിലെ പിള്ളേരെ സ്കൂളിലൊക്കെ വിടുന്നതിന് മുമ്പുള്ള മോർണിംഗ് വ്ളോഗ്, രാവിലത്തെ പ്രിപ്പറേഷൻസ് എല്ലാം വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ബാക്കി പണികളൊക്കെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും എനിക്ക് ഇക്കാക്ക് വേണ്ടിയിട്ട് സൗദിയിലേക്ക് കൊടുത്തു വിടാനുള്ള കുറച്ച് സാധനങ്ങളുടെ പ്രിപ്പറേഷനായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ എല്ലാം ഷൂട്ട് ചെയ്താലും ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും അങ്ങനെയൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ഷൂട്ട് ചെയ്തെടുത്തോളം ഇവിടെ കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീച്ച് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എപ്പോഴത്തെയും പോലെ തന്നെ നമ്മൾ അരിയും ഉഴുന്നൊക്കെ അരച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇഡ്ഡലിക്കുള്ള മാവ് അരച്ച് വെച്ചേക്കണതുകൊണ്ട് അത് പുളിച്ച് റെഡിയായോ എന്ന് ആദ്യം തന്നെ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം നമുക്ക് നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എപ്പോഴത്തെയും പോലെ അങ്ങോട്ട് പൊങ്ങി വരാറില്ല. എന്നാലും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇഡ്ഡലി വെന്ത് വരുമ്പോൾ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ദോശയായാലും എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടാറുണ്ട്. പക്ഷെ നമ്മൾ അപ്പത്തിന് വേണ്ടിയിട്ട് പച്ചരി മാത്രം വെള്ളത്തിലിട്ട് അരച്ച് വയ്ക്കുമല്ലോ, അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പൊളിച്ച് പൊങ്ങി ഇങ്ങനെ പാത്രത്തിൻ്റെ പുറത്തേക്ക് ചാടുന്ന ഒരു കണ്ടീഷനിൽ നിൽക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇഡ്ഡലിക്ക് കരച്ച് വയ്ക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഈ നല്ല ചൂടുള്ള സമയമാണെങ്കിൽ എന്തായാലും നല്ല പൊങ്ങി വരും. പക്ഷെ ഇപ്പോൾ തണുപ്പായ പിന്നെ പൊങ്ങൽ കുറവാണ്. അപ്പോൾ അതല്ലെങ്കിൽ എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് ആ ഒരു ചൂടിൽ, അതായത് ഓവൻ ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു ചൂടിൽ വെച്ച് ഞാൻ റെഡിയാക്കി എടുക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം അങ്ങനെയുള്ള ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ അങ്ങനെ വെക്കാൻ നോക്കാറില്ല, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി കഴിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇഡ്ഡലിക്ക് എപ്പോഴത്തേയും പോലെ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മിക്കവാറും ഞാൻ സാമ്പാറും ചിലപ്പോൾ ഒരു ചട്നിയും ഉണ്ടാക്കാറുണ്ട്. തേങ്ങയുടെ ചട്നിയോട് അങ്ങനെ തീരെ താല്പര്യമില്ല. അപ്പോൾ ആ ചട്നി മാത്രം ഉള്ള ദിവസമാണെങ്കിൽ തക്കാളി വെച്ചിട്ടുള്ള ഒരു ചട്നിയും കൂടെ ഉണ്ടാക്കാൻ നോക്കാറുണ്ട്. ഇന്നിപ്പോൾ സാമ്പാർ ആയതുകൊണ്ട് തന്നെ വേറൊരു ചട്നി ഉണ്ടാക്കാൻ നോക്കിയിട്ടില്ല. കാരണം സാമ്പാർ ഉണ്ടെങ്കിൽ അത് ഇഷ്ടമാണ്, അത് മതി. പിന്നെ പിള്ളേർക്ക് ചമ്മന്തി ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാണ്. പിന്നെ സാമ്പാറുള്ളപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ, അത് കാരണം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുമില്ല. അവർക്കും പ്രശ്നമൊന്നുമില്ല, എന്താ ഉണ്ടാക്കാത്തതെന്ന് ചോദിക്കാറൊന്നുമില്ല. ഉണ്ടാക്കി കൊടുക്കുന്നത് കഴിച്ചോളും. പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി. ഇഷ്ടമില്ലാത്ത സാധനം നിർബന്ധിച്ച് കഴിക്കാൻ പറഞ്ഞൊന്നും ഞാൻ കഴിപ്പിക്കാറൊന്നുമില്ല. പിന്നെ എൻ്റെ ഐഷുവിന് ഈ കടല, പയർ വർഗ്ഗങ്ങൾ, ചെറുപയർ, വെള്ളപ്പയറൊന്നും തീരെ കഴിക്കില്ല കേട്ടോ. കടല പിന്നെയും കുഴപ്പമൊന്നുമില്ല. പയറുണ്ടാക്കണ ദിവസം ഇവിടെ ഇന്ന് പയറാണോ അങ്ങനെ ഭയങ്കര ഒരു ദിവസം നമുക്ക് ദേഷ്യം എന്ന രീതിയിലുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറയും പയറാന്ന് പറയും, വേണമെങ്കിൽ തിന്നാതെന്ന് പറയും. അപ്പോൾ വേണമെങ്കിൽ ചിലപ്പോൾ ഞാനിങ്ങനെ പറയണതുകൊണ്ട് ഒരു ഇച്ചിരി എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്നെടുത്ത് കഴിക്കും. അതല്ലെങ്കിൽ കഴിക്കുകയോ ഇല്ല, വെറുതെ അപ്പാണെങ്കിൽ വെറുതെ അപ്പം കഴിക്കും. അങ്ങനെ പിന്നെ ഞാനങ്ങനെ ഒരുപാട് നിർബന്ധിക്കാറുമില്ല. പിന്നെ ഞാൻ കുറേയൊക്കെ പറയും, കാരണം ഈ പയറ് പോലുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണല്ലോ, അതൊന്നും തീരെ ശരീരത്തിൽ ചെന്നില്ലെങ്കിൽ അതും അതിൻ്റെതായ പ്രശ്നങ്ങളും ഭാവിയിലൊക്കെ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേയൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ കഴിക്കും. പിന്നെ ഒരുപാട് അങ്ങനെ നിർബന്ധിക്കാറില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ കിടന്ന് പറയുന്നറിയാം, അതുകൊണ്ട് ചിലപ്പോൾ എന്നെ കാണിക്കാനൊക്കെ കുറച്ച് കഴിക്കും കേട്ടോ. അങ്ങനെ ബാക്കി വേറെ എന്തൊക്കെയാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഈ പയറിനോട് ഐഷുവിനോട് തീരെ താല്പര്യമില്ല. ഐഷുവിന് മാത്രമാണ് ഇങ്ങനെ കഴിപ്പിക്കാൻ, എന്ത് സാധനമായാലും കഴിപ്പിക്കാൻ കുറച്ച് മടി, കുറച്ച് പാട് ഐഷുവിനെ മാത്രമേ ഉള്ളൂ. മമ്മൂനും മയറും ഒക്കെ അത്യാവശ്യമൊക്കെ കഴിച്ചോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അവർക്ക് വേണമെങ്കിൽ വിശപ്പുണ്ടെങ്കിൽ എന്ത് സാധനവും കഴിച്ചോളും. അങ്ങനെ നമ്മൾ സാമ്പാറിന് വേണ്ടിയിട്ട് പരിപ്പെല്ലാം വേവിക്കാൻ വെച്ചു. പിന്നെ നടുക്കുള്ള അടുപ്പിലായിട്ട് വെള്ളം കുറവായിരുന്നു, പിള്ളേർക്ക് കൊടുത്തുവിടാനായാലും വെള്ളം ചൂടാറിയിരിക്കണമല്ലോ, അതുകൊണ്ട് അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇഡ്ഡലിയൊക്കെ കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ഇഡ്ഡലിയുടെ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ഒറ്റ പ്രാവശ്യം മാത്രമായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുള്ളൂ, കാരണം ഉമ്മാക്ക് നോമ്പാണ്. ഉമ്മ മുഹറം 1 തുടങ്ങി നോമ്പ് പിടിക്കുന്നതാണ് കേട്ടോ, 10 പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാനങ്ങനെ 1 തുടങ്ങിയൊന്നും പിടിക്കാറില്ല, 9, 10 മാത്രമേ പിടിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ പ്രാവശ്യം ഇഡ്ഡലി ഉണ്ടാക്കിയുള്ളൂ. പിന്നെ ഉമ്മ ഒരുപാട് അങ്ങനെ കഴിക്കൊന്നുമില്ല, ഉമ്മാക്ക് 2, 3 മതി. എന്നാലും നമ്മളെല്ലാവരും കൂടെ കഴിക്കുമ്പോൾ 2 പ്രാവശ്യം ഉണ്ടാക്കും. പിന്നെ ബാലൻസ് എന്തായാലും ഇരിക്കും, അത് വൈകിട്ട് പിള്ളേർ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാമല്ലോ. അങ്ങനെ അപ്പോൾ ഇന്നെന്തായാലും എനിക്കും പിള്ളേർക്ക് മാത്രം മതിയായതുകൊണ്ട് ഒരു പ്രാവശ്യം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മുടെ പരിപ്പ് വേവിച്ച് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇടയ്ക്കൊക്കെ കടയിൽ പോകുമ്പോൾ കാണുമ്പോൾ സാധനം പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ അവിടെ കാടമുട്ട കാണുവാണെങ്കിൽ കാടമുട്ട വാങ്ങിക്കലുണ്ട്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വലിയ മുട്ടയായിട്ട് വലിയ സാധാ മുട്ട പുഴുങ്ങി കൊടുക്കുമ്പോൾ ഒന്നും വലിയ താല്പര്യമില്ല കേട്ടോ. പൊരിച്ചു കൊടുക്കുമ്പോഴും പിന്നെ മുട്ടക്കറിയൊന്നും കഴിക്കും എന്നല്ലാണ്ട് വെറുതെ പുഴുങ്ങി കൊടുക്കുമ്പോൾ തീരെ താല്പര്യമില്ല. പിന്നെ നിർബന്ധിച്ചാൽ കഴിക്കുന്നു മാത്രം. അപ്പോൾ കാടമുട്ടയാണ് നല്ല ഇഷ്ടം, അതുകൊണ്ട് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് പുഴുങ്ങാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് ലഞ്ചിന് ഇന്ന് കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു.
സാധാരണ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇഡ്ഡലി തന്നെയാണ് കൊടുത്തു വിടുന്നത് എൻ്റെ പഴയ വ്ളോഗ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്കൂൾ തുറന്ന് സ്റ്റാർട്ടിങ് അല്ലേ ആയതുള്ളൂ, അപ്പോഴത്തേക്കും നമ്മൾ ലഞ്ചിനും ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കൊടുത്തു വിട്ട് വെറുതെ എല്ലാവരുടെയും കാണുന്നവരുടെയും എല്ലാവരുടെയും മൂഡ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാത്ത കേട്ടോ. അപ്പോൾ കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി ഇരിക്കണ്ടായിരുന്നു, അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സവാള ചോപ്പ് ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇടയ്ക്ക് ടൈം കിട്ടിയ അനുസരിച്ച്, അതായത് 3 അടുപ്പും ഫില്ലായിരുന്ന സമയത്ത് അത് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വെറുതെ അവിടെ നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ, സവാളയൊന്നും തന്നെ ചോപ്പറിലേക്ക് കയറുമില്ല, തന്നെ സാലഡ് ആവുമില്ല. അപ്പോൾ പിന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പരിപ്പ് വെന്ത് വാങ്ങി, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ടയും, അതായത് കാടമുട്ട 1 വിസിൽ 2 വിസിൽ അടിച്ചാൽ മതിയല്ലോ, അതും വെന്ത് വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ അടുപ്പിലേക്ക് തന്നെ ഓഫാക്കാതെ പരിപ്പ് കയറ്റി വെച്ചിട്ട് നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പുളിയും പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ രാവിലത്തെ ആ തിരക്ക് പിടിച്ചുള്ള പണിക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ ഒരു അടുപ്പും ഫ്രീ നിൽക്കാതെ ഓരോരോ ഐറ്റംസ് പുറകെ റെഡിയാക്കി വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണി തീരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ അനുഭവത്തിൽ നിന്ന് മാത്രം പറഞ്ഞതാട്ടോ, അല്ലാതെ വേറെ എവിടെയും ഒന്നും കേട്ടിട്ട് പറഞ്ഞതല്ല. അതായത് വെറുതെ തീ കത്തിച്ചിങ്ങനെ വയ്ക്കണം, ഓഫാക്കാതെ കത്തിച്ച് നിർത്തി ഗ്യാസ് വേസ്റ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരെണ്ണം ഓഫാക്കുമ്പോൾ തന്നെ അടുത്തത് വെച്ച് കൊടുക്കാൻ പാകത്തിന് പുറകെ എല്ലാം റെഡിയാക്കി വെക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പിന്നെ 3 അടുപ്പിലും ഓരോ സാധനങ്ങളിരുന്നു, പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് സാലഡും അതിൻ്റെ ഇടയിൽ കൂടെ റെഡിയാക്കി. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരെ എണിച്ച് പല്ലൊക്കെ തേച്ചിട്ട് അവിടെ നിന്ന് പാലും കുടിച്ച് മുട്ടയൊക്കെ തിന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് TV വെക്കൽ അവിടെ പിന്നെ നിർബന്ധമാണ്. രാവിലെ എണിച്ച് വന്നു കഴിഞ്ഞാൽ ആദ്യം എണിക്കുന്ന ആൾ TVയുടെ റിമോട്ട് ബുക്ക് ചെയ്യും, അങ്ങനെ വെക്കും. പിന്നെ രാവിലെ എന്തായാലും TV പോകുന്നത് വരെ, അതായത് ഒരു 8:30 വരെയൊക്കെ ഞാൻ വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ ആ കുറച്ച് സമയമേ ഉള്ളൂ, ഒരു 9-10 ആകുമ്പോൾ വണ്ടി വരും, അപ്പോഴത്തേക്കും റെഡി ആവണമല്ലോ. അതിന് മുമ്പ് ഒരു 8:30 ആവുന്നതിന് മുമ്പ് ഞാൻ TV ഓഫ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ചായ കുടിച്ച് എണിക്കാൻ വേണ്ടിയിട്ട് നല്ല താമസം വരും കേട്ടോ. അവിടെ നിന്ന് TV ഒക്കെ കണ്ട് നല്ല ആസ്വദിച്ചിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവരവിടെ നിന്ന് പാലൊക്കെ കുടിക്കുന്നുണ്ട്. ഐഷു കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐഷുവിന് മുടി ഉണങ്ങി ഹിജാബൊക്കെ ഇടാനുള്ളതുകൊണ്ട് തന്നെ അവൾ രാവിലെ തന്നെ എണിക്കുമ്പോൾ തന്നെ കുളിച്ചിട്ടാണ് TV മുമ്പിൽ ഇരിക്കാറുള്ളൂ. ഐറും മമ്മും പിന്നെ പയ്യെ ചായയും പാലും ഒക്കെ ആയിട്ട് കുടിച്ച് അവിടെ ഇരിക്കും. മമ്മൂന് അങ്ങനെ പാലൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷേ ഐറുവിന് പാല് നിർബന്ധം രാവിലെ എണിക്കുമ്പോൾ. അപ്പോൾ അതും കുടിച്ചുകൊണ്ട് അവൾ അവിടെ ഇരിക്കണ്ടായിരുന്നു. പിന്നെ ഐറുവിൻ്റെയും ഈ പറഞ്ഞ മുടി 2 സൈഡിലൊക്കെ കെട്ടി കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് മാക്സിമം നേരത്തെ മമ്മൂനെ കുളിപ്പിക്കുന്നതിനൊക്കെ മുമ്പ് മാക്സിമം നേരത്തെ ഉമ്മ അവളെ കുളിപ്പിക്കും കേട്ടോ. പിന്നെ അടുത്തുള്ള ദിവസങ്ങളിലൊക്കെ മിക്കവാറും രാവിലെ ഉമ്മ തന്നെയാണ് പിള്ളേരെ കുളിപ്പിക്കാറ്. കാരണം ഞാൻ അടുക്കളയിൽ നല്ല തിരക്കിൽ നിൽക്കുമായിരിക്കും, അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുളിപ്പിക്കാനൊന്നും സമയം കിട്ടാറില്ല. പിന്നെ പഠിത്തം ഇല്ലാതെ മദ്രസ മാത്രമുള്ള ദിവസങ്ങളുണ്ടല്ലോ, ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ തിരക്കൊന്നുമില്ല, 10 മണിക്ക് മദ്രസയിൽ പോയാൽ മതി, പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം റെഡിയാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ മിക്കവാറും കുളിപ്പിക്കലുണ്ട്. പിന്നെ ഐഷു ആണെങ്കിൽ എന്നും തന്നെ കുളിപ്പിക്കൽ. പക്ഷേ അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മളൊന്ന് കുളിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ശരിയാവില്ലല്ലോ, പിള്ളേരുടെ കുളി അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പഠിത്തം ഇല്ലാത്ത ദിവസങ്ങളിൽ ഐഷുവിനെ ഞാൻ കുളിപ്പിക്കലുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് കുളിപ്പിച്ചൊക്കെ കൊടുത്തില്ലെങ്കിൽ പിന്നെ ശരിയാവില്ലല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിക്കനൊക്കെ പൊരിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം നെയ്ച്ചോറിന് ചിക്കനും സാലഡും കൊടുത്തു വിടാമെന്നാണ് വിചാരിച്ചത്. കറിനോടൊന്നും പിള്ളേർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് രാവിലെ തന്നെ കറി ഉണ്ടാക്കാനൊന്നും നിന്നിട്ടില്ല. ചിക്കനും പൊരിച്ച് സാലഡും കൂട്ടി കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നെയ്ച്ചോറിനുള്ള അരിയും ഇട്ടിട്ടുണ്ടായിരുന്നു. അരിക്കുള്ള കുറച്ച് സവാള വഴറ്റിയിട്ട് നമ്മുടെ സ്പൈസസൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആ നെയ്യിൽ തന്നെ അരി കുറച്ച് നേരം ഒന്ന് വറുത്തെടുത്തിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ അരി ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ അവിടെ സാമ്പാർ തളിക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കടുകൊക്കെ പൊടിച്ചിട്ട് കറിവേപ്പിലയും ഒരു ചുവന്നുളകൊക്കെ ഇട്ടിട്ട് കുറച്ച് സാമ്പാർ പൊടി അതിനകത്തേക്ക് ഇട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ താളിച്ചത്. കാരണം നമ്മൾ കഷ്ണമൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒട്ടും തന്നെ കളറില്ല, സാമ്പാർ പൊടി ഒന്നും പിടിക്കാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ താളിച്ചപ്പോൾ കുറച്ച് പൊടി ഇടുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വരും കേട്ടോ. അങ്ങനെ അത് തളിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ചൂടാറാൻ വേണ്ടി വേഗം ഒരു പാത്രത്തിലേക്ക് മാറ്റിയതാണ് കേട്ടോ. കാരണം കുറച്ച് അധികം സമയമായിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് പോകാനുള്ള. അങ്ങനെ അവർക്ക് കൊടുത്തിട്ട് അവരവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ലഞ്ചും സ്നാക്സൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സ്നാക്സിന് മാമ്പഴം മാത്രമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ചെറിയ ചെറിയ പീസാക്കി വെച്ച് കൊടുത്ത് ഒരു ഫോർക്കും വെച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കഴിച്ചോളൂല്ലോ. ഐഷുവിന് പിന്നെ വേണ്ട, മമ്മൂനും എറിനും മാത്രം മതി സ്നാക്സ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചോറിൻ്റെ എയറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വളരെ കുറച്ച് മാത്രം അരിയാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, അവർക്ക് കൊടുത്തു വിടാനുള്ളതും പിന്നെ സ്കൂളിലോട്ട് വന്നു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാനും മാത്രം അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉമ്മാക്കും നോമ്പാണ്. പിന്നെ സ്നാക്സിനുള്ള പ്രിപ്പറേഷൻ വന്നപ്പോഴാണ് പിന്നെ നമ്മുടെ ചോറിൻ്റെ എയറൊക്കെ പോയി നിൽക്കണ കണ്ടപ്പോൾ അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം മിക്കവാറും 2 വിസിൽ അല്ലെങ്കിൽ 3 വിസിലൊക്കെ ഞാൻ അടുപ്പിച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ വേവാറില്ല. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് കൊടുക്കേണ്ടതൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് അത് വേഗം ചെക്ക് ചെയ്യാൻ പോയതാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതൊന്നും വന്നിട്ടില്ല, കറക്റ്റ് പാകമായിരുന്നു ആദ്യത്തെ തവണ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മാമ്പഴം ചെത്തി ചെറിയ ചെറിയ പീസാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വെള്ളവും എടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ നമ്മൾ എണിച്ച് ആദ്യം തന്നെ തിളപ്പിച്ച്
തിളപ്പിച്ചിട്ട് കുറച്ച് ആറാൻ വേണ്ടി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അതും ജഗ്ഗിലുള്ള വെള്ളം കൂടെ രണ്ടും മിക്സാക്കി ഊറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ലഞ്ച് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. ചോറ് എന്തോരം കുറച്ചിട്ടാലും പിന്നെയും അടുത്ത ദിവസം അത്രയും വേണ്ട, കുറച്ച് മതി എന്ന് മാത്രം, അത് മാത്രമായിട്ട് ഇവിടെ പിള്ളേർക്ക് പാക്ക് ചെയ്യും. ഇവിടെ നിന്നല്ല, എല്ലാ പിള്ളേർക്കും അങ്ങനെ തന്നെ ആയിരിക്കും പറയാനുള്ളത്. ലഞ്ച് പാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് വന്നിന്ന് കുറച്ച് മതി എന്ന് പറയുന്ന പിള്ളേരായിരിക്കും എല്ലാവരും. പക്ഷേ ഇന്ന് നെയ്ച്ചോറ് ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നാലും കൊണ്ടുപോയത് അപ്പടി തിന്നിട്ടില്ല എന്നായിരുന്നു വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചോറിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഞാൻ ഫ്രൈ ചെയ്തത് അതും വെച്ച് കൊടുത്തു. ഐറോന് മാത്രം ചിക്കൻ പിച്ചിയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് അങ്ങനെ പിച്ചിയൊന്നും കഴിക്കാൻ അറിയില്ലല്ലോ ഇതുവരെ, അതുകൊണ്ട് തന്നെ. അപ്പോൾ അവളുടെ ലഞ്ച് ബോക്സിൻ്റെ മുകളിൽ ചെറിയൊരു തട്ടുള്ളതുകൊണ്ട് പിന്നെ വേറൊരു പാത്രം വയ്ക്കൊന്നും വേണ്ട, നല്ല എളുപ്പമാട്ടോ. ആ തട്ടിലേക്ക് നമുക്ക് ഒലത്തോ സാലഡ് എന്താണെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കാം. പിന്നെ ഐശുവിൻ്റെയും മമ്മൂൻ്റെയും പാത്രത്തിലേക്ക് വേറെ ചെറിയൊരു പാത്രത്തിലാക്കി വെച്ചിട്ട് അതും ചോറിലേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. വേറെ സെപ്പറേറ്റ് വെച്ച് കഴിഞ്ഞാൽ 2-3 പാത്രമായി പോകും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ വന്നിട്ട് പൊതിഞ്ഞ് ബാഗിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഞാൻ പൊതിഞ്ഞിട്ട് അവിടെ സെറ്റ് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുള്ളൂ. ഇങ്ങനെ ബാഗിലേക്ക് വെച്ച് കൊടുക്കലൊക്കെ വളരെ കുറവാണ്, അവരോട് തന്നെ എടുത്ത് വയ്ക്കാൻ പറയലുള്ളൂ. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ ചുമ്മാ ഞാൻ വെച്ച് കൊടുത്തതാട്ടോ. അങ്ങനെ അല്ല, അല്ലെങ്കിൽ പിന്നെ പിള്ളേർ വെച്ചില്ലെങ്കിൽ ഉമ്മ എടുത്ത് വയ്ക്കും. പിള്ളേരെ കൊണ്ട് മാക്സിമം എടുത്ത് വെപ്പിക്കാറുണ്ട്. ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് അവരവരെ എടുത്ത് വെച്ചോളാൻ പറയും. പക്ഷേ അതിന് മുമ്പ് തന്നെ ഉമ്മ എടുത്ത് വയ്ക്കും, അതാണ് പ്രശ്നം. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഐശുവിൻ്റെ റെഡി ആവലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ 5ാം ക്ലാസ്സിലേക്ക് ആയതുകൊണ്ട് തന്നെ മിക്ക കാര്യങ്ങൾക്കും അങ്ങനെ എന്നെ ഡിപ്പെൻഡ് ചെയ്യാറില്ല കേട്ടോ. റെഡി ആവണ കാര്യങ്ങൾക്കൊക്കെ എല്ലാം അവൾ തന്നെയാണ് ചെയ്യൽ. പിന്നെ വേറെ എങ്ങോട്ടെങ്കിലും നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ മുടിയൊക്കെ കൊടുക്കാനും ഒക്കെ ഞാൻ നിൽക്കുമെന്നല്ലാണ്ട് സ്കൂളിൽ പോകുമ്പോഴൊന്നും ഒരു കാര്യത്തിനും എന്നെ വിളിക്കാറില്ല. പിന്നെ കുറച്ച് നാൾ മുമ്പ് വരെ ഐലൈനർ എഴുതി കൊടുക്കാൻ വിളിക്കുമായിരുന്നു. ഇപ്പം അതും ചെയ്യാറില്ല, അവൾ തന്നെയാണ് ചെയ്യാറ്. ഇപ്പോൾ അതേ ഞാൻ ഐറൂന് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അവൾക്കും ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നതായിരുന്നു. അങ്ങനെ ഐറൂൻ്റെ മുടിയൊന്നും അങ്ങനെ ശരിക്കും ഉണങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ വിളിച്ച് ഒരു 10-20 മിനിറ്റ് കൊണ്ടാണ് ഒന്ന് എണിച്ച് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പാലുകൂടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ലേറ്റ് ആവും. അതുകൊണ്ട് തന്നെ ശരിക്കും ഉണങ്ങാനൊന്നും നിന്നിട്ടില്ല. ഇങ്ങനെ ഉണങ്ങാണ്ട് കെട്ടിക്കൊടുത്ത് വിട്ടിട്ടാണോ എന്നറിയില്ല. ഒന്നൊരാഴ്ച സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, അതായത് ഇപ്പോൾ നിലവിൽ ഞാൻ വോയിസ് തുറക്കുന്ന സമയത്തൊക്കെ അവൾക്ക് നല്ല നീർക്കെട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം സ്കൂളിൽ പോകാണ്ടിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ഒരു ദിവസത്തെ കൂടുതൽ വീട്ടിലിരുത്തിയിട്ടില്ല. മരുന്നൊക്കെ കൊടുത്ത് വിട്ടു. ചെറുതായിട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവളെ റെഡിയാക്കി. അവർക്ക് ബുഷും ഹെയർ ബാൻഡൊക്കെ വയ്ക്കുവാണെങ്കിൽ വൈറ്റ് തന്നെ വയ്ക്കണമെന്ന് നിർബന്ധമുണ്ട് കേട്ടോ. പിന്നെ എല്ലാ പിള്ളേർക്കും മുടിയൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ബുഷൊന്നും എല്ലാവർക്കും യൂസ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ യൂസ് ചെയ്യണവർ എന്തായാലും വൈറ്റ് തന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വൈറ്റ് ബുഷും സ്ലൈഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ബുധനാഴ്ച മാത്രം ഇടുന്ന യൂണിഫോം കേട്ടോ. ബുധനാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഐശുവിൻ്റെ മമ്മൂൻ്റെ വണ്ടി വന്ന് അവർ പോയി. അപ്പോൾ വണ്ടി ഐറു അനിലെന്ന് ചോദിക്കണത് കേട്ടോ. കാരണം 3 പേരും ഓട്ടോയിൽ ഉണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ ഓട്ടോയിലാക്കിയത്. പക്ഷേ ഒരു ദിവസം പോലും ഓട്ടോയിൽ കയറി പോകില്ല. ഞാനാണ് കൊണ്ടുപോയി ആക്കണതും വിളിക്കാൻ പോണതും ഒക്കെ. അപ്പം എന്തായാലും അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് നാൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയി തുടങ്ങിയതല്ലേ. പിന്നെ ആദ്യമായിട്ട് യൂണിഫോം എടുത്ത ദിവസത്തെ, അതായത് തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ഇടുന്ന ഒരു പിങ്ക് യൂണിഫോമിൻ്റെ അന്നത്തെ ദിവസമൊന്നും വീഡിയോ ഒന്നും ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് വെനസ്ഡേ മാത്രം ഇടുന്ന യൂണിഫോം കേട്ടോ. ഐശു 5ാം ക്ലാസ്സിലേക്ക് ആയതുകൊണ്ട് ചുരിദാറും കോട്ടും ആയിട്ടുണ്ട്. അതല്ലെങ്കിൽ അവൾക്ക് ഇതുപോലത്തെ ഫ്രോക്കും ഒക്കെ കേട്ടോ. അങ്ങനെ പിള്ളേരെയൊക്കെ പറഞ്ഞ് വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടിച്ചുവാരലും തുടയ്ക്കലും കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പണിക്ക് നിന്നിട്ടുണ്ടായിരുന്നത്. ഇതൊരു വെട്ട് കേക്ക് ഉണ്ടാക്കാനുള്ള പണിക്കാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് അങ്ങോട്ട് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പണിക്ക് നിന്നത്. അതല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ലേറ്റ് ആവും. അപ്പോൾ പിന്നെ അടിക്കാനും തുടയ്ക്കാനൊക്കെ താമസം വരും. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പണിക്ക് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതെല്ലാം കഴിയുമ്പോൾ പിന്നെ അടുക്കള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയല്ലോ. ഈ കേക്ക് ഇപ്പോൾ ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. കാരണം നല്ല ടേസ്റ്റാണ്. നമ്മൾ വൈകിട്ട് ചായക്ക് കടിക്കാനൊന്നും ഇല്ലെങ്കിൽ ഇതെടുത്ത് ഒരു 3-4 കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്. ഇത് പല ഷേപ്പിലും ഉണ്ടാക്കാട്ടെ. നമുക്ക് കടകളിൽ നിന്ന് പൂ കേക്ക് എന്നൊക്കെ പറഞ്ഞ് കിട്ടുമല്ലോ, ആ സാധനമാണിത്. ഞാനിങ്ങനെ കുഞ്ഞു പീസാക്കിയിട്ടാണ് ഉണ്ടാക്കൽ. കൂടുതലും യൂട്യൂബിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ കണ്ടേക്കണത്. ഇതാകുമ്പോൾ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടപ്പെടും ഇങ്ങനെ ചെറുതായിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ. അങ്ങനെ അത് ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇക്കാക്കും അങ്ങനെ ഉണ്ടാക്കി കൊടുത്തുവിടാമെന്ന് വിചാരിച്ചത് കേട്ടോ. അവിടെ അത് ചെന്ന് കൈ കിട്ടേണ്ട താമസം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി പറക്കി തിന്നത് അത് അന്ന് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ദിവസം 3-4 ദിവസം വരെ ഇരിക്കാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഒരു 4 മുട്ടയ്ക്കും 3 കപ്പ് മൈദയ്ക്കും ഉണ്ടാക്കുന്ന ഒരു ബാറ്ററിൽ ഇത്രയും നമുക്ക് ഉണ്ടാക്കാൻ കിട്ടും. നമുക്ക് വീട്ടിലാണ് ഇതൊരു 4-5 ദിവസം വരെ പോകും. അങ്ങോട്ട് പിന്നെ അവിടെ ചെന്ന് കിട്ടേണ്ട താമസം അതപ്പോൾ തന്നെ തീർന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് കൊഴുവ പൊരിച്ച് കൊടുത്തുവിടാനായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പോയിട്ട് ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ കൊഴുവ കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് മെയിനായിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് കൊടുത്തു വിടുകയാണ്. അങ്ങനെ എപ്പോഴും ഒരാളുടെ കൊടുത്തു വിടാനുള്ള
കൊണ്ടുപോകാനുള്ളൊരു ചാൻസ് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ കിട്ടിയപ്പോൾ ഇപ്പം ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. അതായത് കൊണ്ടുപോകുന്ന ആളോട് ചോദിച്ചു മാക്സിമം എത്ര വെയിറ്റ് വരെ കൊണ്ടുപോകാമെന്ന് ചോദിച്ചിട്ട് അവർ പറഞ്ഞ അനുസരിച്ചാട്ടോ കൊടുത്തു വിട്ടിട്ടുള്ളൂ. അതിൽ കൂടുതൽ കൊടുത്തിട്ട് നമ്മൾ അവരെ ഇടങ്ങേറൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ 3 കിലോയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ നോക്കി കേക്കിൻ്റെ നോക്കിയപ്പോൾ ഒരു 3/4 കിലോയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി ഇനി 2.25 കിലോ ബാക്കിയുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ മീനും പൊരിച്ചൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2 കിലോയുടെ അടുത്ത് വന്നു. പിന്നെ തേൻമിഠായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തേൻമിഠായി അങ്ങനെ കുറച്ച് അലുവ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വച്ച് നമ്മൾ 3 കിലോ തികച്ചാണ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. 3 കിലോ വച്ചേരെന്ന് പറയുമ്പോൾ പിന്നെ അതിൽ കുറയ്ക്കേണ്ട ആവശ്യം എന്തായാലും ഇല്ലല്ലോ. കൂട്ടൂല, നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും കുറയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ അവർ പറഞ്ഞ പോലെ തന്നെ 3 കിലോ തന്നെ ആക്കി നമ്മൾ മാക്സിമം റെഡിയാക്കി കൊടുത്തു വിട്ടിട്ടുണ്ട്. ആദ്യം ഒരു 6 ആഗിൻ്റെ ബാഗിൽ അങ്ങനത്തെ ഒരു കവറിൽ കേക്ക് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് അങ്ങനത്തെ കവറിൽ മീൻ വെക്കാമെന്നുള്ളത്. അപ്പോൾ അത് പിന്നെ മാറ്റി സാധാരണ കവറിലേക്ക് ആക്കി സ്റ്റാപ്ലറൊക്കെ ചെയ്തു. പിന്നെ തേൻമിഠായും കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം 3 കിലോ സെറ്റാക്കിയിട്ടാണ് കൊടുത്തു വിട്ടത് കേട്ടോ. പിന്നെ 6 ആഗിൻ്റെ ബാഗിൽ ഒരു 2 ബാഗ് അങ്ങനത്തെ 2 കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓരോന്നത്തിൽ അലുവ തേൻമിഠായി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചു. മറ്റതിൽ മീനും വെച്ചിട്ട് അതിൻ്റെ പുറത്ത് പിന്നെയും ഒരു കവർ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. ഇത്രയും മീൻ ഉണ്ടായിരുന്നു. 2 കിലോ മീനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 2 കിലോ മൊത്തം ഞാൻ പൊരിച്ചിട്ടുണ്ടായില്ല. ഞാൻ നിന്ന് പൊരിച്ച് മടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചു. ബാക്കി ഫുള്ള് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മീൻ പൊരിക്കൽ കഴിഞ്ഞപ്പോൾ ഗ്യാസ് അടുപ്പിൻ്റെ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു. അങ്ങനെ അതൊക്കെ വേഗം തന്നെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ കിച്ചൺ സ്ലാബൊക്കെ ക്ലീൻ ചെയ്തു. കൊടുത്തുള്ള സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.